കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി അത് വെളിപ്പെട്ടാൽ ദൈവത്തിന് അവനെ എന്ത് ചെയ്യുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിക്ക് ദൈവം തന്റേതായ പ്രവൃത്തി വെളിപ്പെടുത്തി കൊടുത്താൽ ആ വ്യക്തിയിലൂടെ ദൈവത്തിന് ചെയ്യുവാൻ തക്കവണ്ണം കഴിയുന്ന കാര്യം എന്താണ്? ഇന്ന് രാത്രിയിൽ അവൻ ഒരു വ്യക്തിയെ കുറിച്ച്, ഒരു രാഷ്ട്രത്തെ കുറിച്ച്, ഒരു ദേശത്തെ കുറിച്ച്, ഒരു കുടുംബത്തെ കുറിച്ച്, ഒരു പ്രദേശത്തെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടാൽ ദൈവം തെരഞ്ഞെടുത്താൽ ആ ജനത്തെ താൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ കൊണ്ടുവരേണ്ടതിന് ഏത് അറ്റം വരെ കൊണ്ടുപോകും എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് കേവലം 3 അധ്യായങ്ങളുടെ നഹൂമിലൂടെ ദേശത്തോട് ജനത്തോട് സംസാരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധനായ ദൈവം ഈ രാത്രിയിൽ അതേ വാക്യത്തിലൂടെ തന്നെയാണ് നമ്മോട് സംസാരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. സംഹാരകൻ കയറി വരുന്ന ഒരു അനുഭവം ദേശത്തിന്റെ മധ്യത്തില് സംഹാരകൻ ഇറങ്ങി വന്നാൽ അവൻ സംഹരിക്കുന്ന ആത്മാവ് വെളിപ്പെട്ടു വന്നാൽ പൈശാചിക ശക്തികളെ ദുഷ്ടശക്തികളുടെ പോരുകൾ ഇറങ്ങി വന്നാൽ കുടുംബമാകട്ടെ, ദേശമാകട്ടെ, അവൻ അല്ലെ രാജ്യമാകട്ടെ, പ്രദേശമാകട്ടെ, ജനതയാകട്ടെ, രാജ്യമാകട്ടെ, ഏത് സ്ഥാനമായാലും ഏത് അവസ്ഥയായാലും അതിന്റെ മേല് അവൻ ദൈവിക ന്യായവിധി ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ കുടുംബങ്ങൾ തകർന്നു പോകാം, രാജ്യങ്ങൾ തകർന്നു പോകാം, പ്രദേശങ്ങൾ തകർന്നു പോകാം, സഭകളടക്കം തകർന്നു പോകുവാൻ ഇടയായി തീരുമാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. അതിനാൽ ഇന്ന് രാത്രി we must be very vigilant against the scatterer. അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നത് സംഹാരകൻ പുറപ്പെട്ടു വന്നാൽ അവനെതിരെ നീ ആയുധത്തോടുകൂടി നിൽക്കുവാൻ തക്കവണ്ണം വളരെ പ്രാർത്ഥന പോരാളിയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിൽ ശക്തിപ്പെടാത്ത ഒരു രാജ്യത്തിന്, പ്രാർത്ഥനയിൽ ശക്തിപ്പെടാത്ത ഒരു സഭയ്ക്ക്, പ്രാർത്ഥനയിൽ ശക്തിപ്പെടാത്ത ഒരു ദൈവ പൈതലിന് പിശാചിന്റെ പൈശാചികമായ പ്രവൃത്തികൾക്കെതിരെ വിജയം വരിക്കുവാൻ സാധ്യത കുറവാണ്. പ്രൈസ് ദി ലോർഡ്. സ്കോട്ട്ലൻഡിലെ ജോൺ മാക്സ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായി നിൽക്കുന്ന ദൈവദാസൻ അവൻ ഒരു ദിവസം അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങി. എന്താണ് വിഷയം? കർത്താവേ, എനിക്ക് ഈ രാജ്യത്തിന്റെ പ്രേക്ഷകളിൽ വ്യാപരിക്കുന്ന ജീവിക്കുന്ന ജനത്തെ തരിക കർത്താവേ, ആത്മാവിനെ തരിക കർത്താവേ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ജോൺ മാക്സ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ഭയപ്പെടുന്നത് അവൻ ഈ ലോകത്തിന് സ്കോട്ട്ലൻഡിലെ രാജ്യമല്ല, മറിച്ച് പ്രാർത്ഥിക്കാത്ത ദൈവജനത്തെ ഞാൻ ഭയക്കുകയാണ്. ഹല്ലേലൂയ. അവൻ ഇന്ന് രാത്രി ദേശത്തോട് ഇടപെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ദൂതൻ രാത്രി വെളിപ്പെട്ടു വരുമ്പോൾ സ്വർഗ്ഗത്തിന്റെ ദൈവമെതിരെ നീ അതിനെ ചെവി കൊടുക്കുന്നില്ല എങ്കിൽ ഇന്ന് രാത്രി നമ്മളിവിടെ വന്നത് വെറും വെറുതെയായി പോകും. പ്രൈസ് ദി ലോർഡ്. അതിനാൽ ഇന്ന് രാത്രി നമ്മൾ വളരെ വിജയനായിരുന്നില്ല എങ്കിൽ നമ്മുടെ കുടുംബത്തിനെതിരെ, സഭയ്ക്കെതിരെ, ദേശത്തിനെതിരെ സംഹാരകൻ കയറി വന്നാൽ ആ സംഹാരകൻ ഇറങ്ങി വരുന്ന സ്ഥാനത്ത് ആ രാജ്യത്തെ കുടുംബത്തെ ഗുണം തോണ്ടി മാത്രമേ പോകൂ. പ്രൈസ് ദി ലോർഡ്. വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ആത്മീയ സഭകളിലോ, ആത്മീയ മണ്ഡലങ്ങളിലോ, ആത്മീയ പുരുഷന്മാരിൽ പലപ്പോഴും സംഹാരദൂതന്റെ പ്രവർത്തനം വെളിപ്പെട്ടു വരുമ്പോൾ അവർക്ക് നിൽക്കുവാൻ കഴിയാതെ താളടിയായി തകർന്നു പോയ അനുഭവങ്ങൾ വിരളമല്ല. അതിനാൽ ഇന്ന് രാത്രിയിൽ വളരെ ശക്തമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ഇരുന്നാൽ അവൻ ദൈവത്തിന്റെ വചനത്തിലൂടെ പുറപ്പെട്ടു വരുന്ന ചില വാക്യങ്ങൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. നഹൂം പറയുന്നു, സംഹാരകൻ നിനക്ക് എതിരെ കയറി വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടം ഏതാണ്? സംഹാരദൂതൻ അവൻ അവന്റെ ശക്തമായ ഘോരമായ ആയുധങ്ങളുമായി സംഹാര താണ്ഡവമാടുവാൻ തക്കവണ്ണം താല്പര്യപ്പെട്ടു നിൽക്കുന്ന ഈ അന്ധകാര മണ്ഡലത്തിൽ അവൻ ഇന്ന് രാത്രി ദൈവവേദന ചുമതല എന്താണ്? വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഒരു ദൈവവേദന വെറുതെ ഉറങ്ങി മയങ്ങി ഇരുന്ന് എങ്ങനെയും പോകുന്ന ഒരു ദൈവവേദനയല്ല ദൈവത്തിന് ആവശ്യം. എങ്ങനെയെങ്കിലും ഉറങ്ങിയും മയങ്ങിയും പോകുന്ന ഒരു ദൈവ പൈതലിനെ പിശാചിന് ഭയമേ ഇല്ല. പിശാചിനെ ആരെ ഭയക്കുന്നത്? മുട്ടിന്മേൽ നിൽക്കുന്ന ഒരു ദൈവവേദനയെ പൈശാചിനെ ഭയക്കുന്നുണ്ട്. ഇത് രാത്രി സംഹാരദൂതനെ എതിരേൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ നീ മുട്ടിന്മേൽ യുദ്ധത്തിന് അവൻ ദൈവത്തോട് മനുപിടിച്ചാൽ നിനക്കെതിരെ നിൽക്കുന്ന, കുടുംബത്തിനെതിരെ നിൽക്കുന്ന, തലമുറക്കെതിരെ നിൽക്കുന്ന പിശാചിന്റെ മണ്ഡലങ്ങളെ അടിക്കുവാനാണ് ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വളരെ വ്യക്തമായ ചില ദൂതുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കേണ്ടതുണ്ട്. ദൈവവേദന എപ്പോഴാണ് പൈശാചികൾ പേടിക്കുന്നത് എന്ന് പകൽക്കാലം ഒരു പിതാവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു. അവൻ
ഒരു സഹോദരിക്ക് ദൈവം സ്വർഗത്തിനെയും നരകത്തിനെയും ദർശനം കാണിച്ചു കൊടുത്തു വന്നു. ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്. ആ സഹോദരിയുടെ ആത്മാവ് ആദ്യം നരകത്തിലൂടെ കൂടെ കടന്നുപോയി. ആ സഹോദരൻ ചോദിക്കുകയാണ്, നരകത്തിൽ കൊണ്ടുപോയി നരകദൂതനോട് ചോദിച്ചു, ഇവരെന്തിനാ അവിടെ കൊണ്ടുവന്നത്? ഇവരെല്ലാവരും ദൈവത്തെ വണങ്ങിയിരുന്നവരാണല്ലോ, ദൈവ ആരാധനകളെ സംബന്ധിച്ചവരാണല്ലോ, ഇവരെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? അവരിരുന്ന് ഉറങ്ങുകയാണ്. ആമേൻ. എന്താ പറഞ്ഞു കേട്ടത്? ആമേൻ. എന്താ സംഭവിച്ചതെന്ന് പറയും. ഇവര് പള്ളിയിൽ പോയത് ശരിയാണ്, ഇവര് പ്രാർത്ഥനയെ സംബന്ധിച്ച ശരിയാണ്. പക്ഷേ ഇവർക്ക് ആത്മാക്കളെ കുറിച്ചോ പാപത്തെ കുറിച്ചോ നീതിയെ കുറിച്ചോ ന്യായവിധിയെ കുറിച്ചോ യാതൊരു വിധമായ ഭാരമില്ലാതിരുന്നത് കൊണ്ട് സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് കയറുവാൻ കഴിഞ്ഞില്ല എന്ന വിശദീകരണമാണ് ലഭ്യമായതെന്നാണ് പിതാവിനോട് പറയുവാനായിട്ടിടയായത്. ഇതിനകത്ത് സത്യം എത്രയുണ്ട് എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം, ദൈവമേതലെ അവൻ ഉറങ്ങിയും തൂങ്ങിയും മയങ്ങിയും ഈ നിൽക്കുന്ന അതേ പ്രാർത്ഥനകളും ദൈവത്തിന്റെ സന്നിധിയിലെ ആരാധനകളും ദൈവ സന്നിധിയിൽ അവൻ എത്തുന്നുവോ എന്നത് സംശയമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പിശാചിന് ഭയപ്പെടുവാൻ തക്കവണ്ണം ഇടയായി വരുന്ന ആരാധന ഏതാണ്? പൈശാചിക കോട്ടകളെ ഇടിക്കുവാൻ തക്കവണ്ണം ശക്തമായ ദൂതുമായി, ശക്തമായ വചനവുമായി, ശക്തമായ ആരാധനയുമായി നീ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ആ സഭയെ അവൻ പിശാചിന് ഭയമാണ്, ആ കുടുംബത്തെ പിശാചിന് ഭയമാണ്, ആ വ്യക്തിയെ പിശാചിന് ഭയമാണ്. അവന്റെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയും, അവനെ കൊണ്ട് ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും, അവനെ കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിരിക്കുന്നത്. ഇന്ന് രാത്രിയാലും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് സഭ മാറട്ടെ. സംഹാരം കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കുന്ന ജനത്തെ ഇന്ന് രാത്രി ദൈവത്തിന് ആവശ്യമുണ്ട്. അത് ദൈവത്തിന്റെ കൃപയാണ്. ഇന്ന് രാത്രിയാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നത്. അവൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറയുന്നു. നീ മുട്ടിന്മേൽ മണ്ണ് യുദ്ധം ആരംഭിക്കുന്നു. പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ നിനക്കെതിരെ, ദേശത്തിനെതിരെ അന്ധകാര മണ്ഡലം എത്രയേറെ ഘോരമായ സംഹാരമായി വന്നാൽ പിടിച്ചു നിൽക്കുക, അതിനെതിരെ നിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ ഉണ്ടാക്കി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ശുഭത്തിന് ഹൃദയപരിമക്ഷമന് ഇന്ന് രാത്രി സംഹാരകൻ നമുക്കെതിരെ വന്നാൽ, ഒരു കുടുംബത്തിനെതിരെ സംഹാരകൻ വന്നാൽ, ഒരു വ്യക്തിക്കെതിരെ സംഹാരകൻ ഇറങ്ങിയാൽ, ഒരു കുടുംബത്തെ തകർക്കുവാനാണ് പദ്ധതി തയ്യാറാക്കിയാൽ ദൈവത്തിന്റെ പ്രവൃത്തി ഒരു ദൈവവേദനെതിരെ വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്ത് ഓഫീസിലേക്ക് പോകുന്ന സമയം റോഡിൽ ഒരു അപകടം നടക്കുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. ആ അപകടം തന്നെ ഞാനിങ്ങോട്ട് മുൻപിലേക്ക് പോകുമ്പോൾ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ വന്നുപോയ ചില സാഹചര്യങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചതിങ്ങനെയാണ്, ദൈവം തൻ്റെ മക്കൾക്ക് ചെയ്യുന്നത് സകലതും നന്മയ്ക്കായിട്ടാണ്. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാൽ മതി. ദൈവം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ചെയ്യുന്നത് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ടുള്ള വചനത്തിലൂടെ. എന്തുകൊണ്ടാണ് അത് അപ്രകാരമായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു? പിശാച് എനിക്കെതിരെ ഒരു കെണിയൊരുക്കി വഴിയിൽ, ഞാൻ വീട്ടിൽ നിന്നും യാത്ര പുറപ്പെടുമ്പോൾ തന്നെ വഴിയിൽ ഞാൻ പോകുന്ന യാത്രയിൽ എനിക്കെതിരെ കെണിയൊരുക്കി അവൻ കാത്തിരിക്കുമ്പോൾ ദൈവം തന്റെ ദൂതനിലൂടെ ചില പ്രതികൂലമോ ചില തടസ്സമോ അവൻ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഓർക്കും, കർത്താവേ, എന്റെ വണ്ടിയുടെ ടയർ പഞ്ചറായത് എന്തിനാ? ഈ വണ്ടിയുടെ ടയറിന്റെ കാറ്റ് പോയത് എന്തിനാ? എന്റെ ജീവിതത്തിലെ ഈ ഒരു പ്രതികൂലം വന്നത് എന്തിനാ എന്ന് ഞാൻ ആലോചിച്ച് നിൽക്കുമ്പോൾ എന്നെ ആ വഴിയിൽ കടിയെടുക്കുവാൻ, അപകടപ്പെടുത്തുവാൻ, അപായപ്പെടുത്തുവാൻ എനിക്കെതിരെ ശത്രു മെനഞ്ഞു വെച്ച തന്ത്രങ്ങളുമായി അവൻ നിൽക്കുകയേ ഉള്ളൂ. എന്നെ തൊടുവാൻ എന്റെ ദൈവം അവനെ അനുവദിക്കുകയില്ല. കാരണം എന്റെ ദൈവം അവനേക്കാൾ വലിയവനാണ്. എന്റെ യേശു അവനേക്കാൾ വലിയവനാണ്. എന്റെ യേശുവിന് അസാധ്യമായ കാര്യമെന്നില്ല. അവൻ തന്റെ മക്കളെ കരുതുന്ന ദൈവത്തെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ഒരു ദൈവവൈദ്യന് എതിരെ
വലത്തും മുൻപിലും പിൻപിലും ദൈവത്തിന്റെ ദൂതന്മാരെ അവൻ കാവൽ നിർത്തുന്നു. ഹല്ലേലൂയ. അവൻ കാവൽ നിർത്തും. എന്നോടൊപ്പം യാത്ര ചെയ്യുവാൻ, എനിക്ക് വേണ്ടി മുന്നിലെ ദുഃഖഘടങ്ങൾ മാറ്റുവാൻ, എനിക്ക് വേണ്ടി 30 കിലോമീറ്റർ അകലെ ഞാൻ അവിടെ എത്തുമ്പോൾ അവൻ എന്നെ അപകടത്തിലാക്കുവാൻ പിശാചിൻ കെണിയൊരുക്കി വെച്ചാലും എന്റെ ദൈവത്തിന്റെ ദൂതന്മാർ എന്നോട് കൂടെയുള്ളതുകൊണ്ട് എനിക്ക് മുമ്പേ അവൻ കടന്നുപോയി അപകടങ്ങളെ, അനർത്ഥങ്ങളെ വഴിമാറ്റുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ദൂതന്മാരോട് പ്രവർത്തിക്കുന്നതിനാൽ പിശാചിന് എന്നെ തൊടുവാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. സംഹാരകൻ എനിക്കെതിരെ പദ്ധതി ഇട്ടാലും ആ പദ്ധതികളെ തകർക്കുവാൻ എന്റെ ദൈവം മുന്നേ കരുതി വെക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ നിനക്കെതിരെ സംഹാരകൻ കയറി വന്നാൽ, നിന്റെ കുടുംബത്തിന് നേരെ സംഹാരകൻ ഇറങ്ങി വന്നാൽ, നിന്റെ സഭയ്ക്ക് നേരെ സംഹാരകൻ ഇറങ്ങി വന്നാൽ, നിന്റെ തലമുറയ്ക്ക് നേരെ സംഹാരകൻ ഇറങ്ങി വന്നാൽ, അവൻ അതിന് നീ ചെയ്യേണ്ട കാര്യങ്ങളാണ് താഴോട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവൻ നിലവേ പട്ടണത്തോട് ദൈവത്തിന്റെ വചനം, അവൻ ഇന്ന് രാത്രി ആ വചനത്തിലൂടെ നമ്മോട് ദൈവം പറയുന്നു, വന്ന നീ കോട്ട കാത്തുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാ കോട്ട കാക്കുന്നത്? രാജകൊട്ടാരങ്ങൾ സന്ദർശിച്ചിട്ടുള്ളവർക്ക്, രാജാവിന്റെ മണിമന്ദിരങ്ങൾ കൊട്ടാരം സന്ദർശിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്, കോട്ട ഇല്ലാതെ ഒരു കൊട്ടാരമില്ല. കോട്ടയില്ലാതെ ഒരു കൊട്ടാരമില്ല. എന്തിനാ കോട്ട? നിങ്ങൾക്കറിയാമോ, ആ കാലഘട്ടത്തിൽ നിലവേ പട്ടണത്തിന് വലിയ കോട്ടയുണ്ടായിരുന്നു. 4 ചുറ്റും 100 അടി വീതിയും 100 അടി അതെ നീളവും 50 അടി വീതിയും 150 അടി താഴ്ചയുമുള്ള വലിയ ഒരു വൻമതില് ആണ് ആ പട്ടണത്തിന്റെ കോട്ട. ഒരിക്കലും ഒരു ശത്രുവിനും ആ പട്ടണത്തെ കീഴടക്കുവാൻ കഴിയാത്ത നിലവാരത്തിലാണ് രാജാക്കന്മാർ കോട്ട പണിത് വെച്ചത്. പക്ഷേ ആ കോട്ട ഒരു കാരണവശാലും ആ മാനുഷിക ചിന്തക്കനുസരിച്ച് ഇടിക്കുവാനോ പൊളിക്കുവാനോ ശത്രുവിന് കടക്കുവാനോ കഴിയുമായിരുന്നില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം പറഞ്ഞു, സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം പറഞ്ഞു, നിനവേ, നീ എത്ര തന്നെ വലിയ കോട്ട പണിതാലും, നീ എത്ര വലിയ ഒത്തളം പണിഞ്ഞാലും, നീ എത്ര വലിയ പദ്ധതികൾ ഉരുവാക്കിയാലും, ദൈവത്തിൽ നിന്ന് മാറിപ്പോയാൽ പെരുവെള്ളം അതിന് മീതെ ഇരച്ചു വന്ന ആണൽ കോട്ടയെ കവർത്തി ഇടിച്ചു കളയുമ്പോൾ ദൈവത്തിന് കഴിവുണ്ടായെന്ന ദൈവത്തിന്റെ വചനം നഹൂമിലൂടെ വിളിച്ചു പറഞ്ഞു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമല്ലേ, നീ കോട്ട എപ്രകാരം ഉറപ്പിച്ചാലും, ഭൗതികത കൊണ്ട് എപ്രകാരം കോട്ട ഉറപ്പിച്ചാലും, നിന്റെ ജീവിതത്തിന് പണം കൊണ്ട് നികത്താമെന്ന് വിചാരിച്ചാലും, ആരോഗ്യം കൊണ്ട് കോട്ട പണിയാമെന്ന് വിചാരിച്ചാലും, വിദ്യാഭ്യാസം കൊണ്ട് കോട്ട പണിയാമെന്ന് വിചാരിച്ചാലും, എന്റെ ആൾബലം കൊണ്ട് ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞാലും, ദൈവത്തിന് മുൻപിൽ ഈ ആമ്പാറ്റ് എപ്രകാരം തീ വീഴുന്നുവോ അതുപോലെ അത്രേ. ഹല്ലേലൂയ. 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 നമ്മുടെ ജീവിതത്തിന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഒരു പാഠത്തിനകത്തുണ്ട്. മനസ്സിലാകുന്ന ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. ടൈഗ്രീസ് നദി ആ നിലവേ പട്ടണത്തിനടുത്തുകൂടെ പോകുന്നുണ്ട്. ടൈഗ്രീസ് നദി പൊങ്ങി വന്ന് ഈ കോട്ടയുടെ മുകളിലൂടെ കയറി നിലവേ പട്ടണത്തിന്റെ ഉള്ളിലേക്ക് ഇറച്ചു കയറി ദിവസങ്ങളോളം കെട്ടി നിന്ന് ആ വെള്ളം അവിടെ മതിലിന്റെ അടിയിലോട്ട് ഊർന്നിറങ്ങി മണ്ണ് കൊണ്ട് നിർമ്മിച്ച കട്ട കുതിർന്ന്
നീ എന്റെ ശൈലം, യഹോവേ നീ എന്റെ ആശ്രയം. യു ആർ മൈ റെഫ്യൂജ്, നീയാണ് എന്റെ ദുർഗം. അങ്ങനെ പ്രാർത്ഥനയിൽ ബലപ്പെട്ട ദാവീദ്, ഉപവാസത്തിൽ ബലപ്പെട്ട ദാവീദ്, കൃപയിൽ ബലപ്പെട്ട ദാവീദ്. ആ ദാവീദിനെ കുറിച്ചാണ് ദൈവം പറഞ്ഞത്, എന്റെ ഹൃദയത്തിന് ബോധിച്ച മനുഷ്യൻ. എന്റെ ഹൃദയത്തിന് ബോധിച്ച മനുഷ്യൻ. ഇന്ന് രാത്രി എന്നതൊക്കെ പറയുമോ? എന്നതൊക്കെ പറയുമോ കർത്താവ്? നീ എന്റെ ഹൃദയത്തിന് ബോധിച്ചവനാണ്. എന്താ എന്റെ ഹൃദയത്തിന് ബോധിച്ച മനുഷ്യൻ എന്ന് പറയുവാൻ കാരണം, ഈ ദാവീദ് എന്ന് പറയുന്ന പുള്ളി വലിയ പുള്ളിയായിരുന്നില്ല. അദ്ദേഹത്തിന് കുറ്റമില്ലായിരുന്നില്ലേ, കുറവുകളില്ലായിരുന്നില്ലേ, ബലഹീനതയില്ലായിരുന്നില്ലേ, പ്രതികൂലമില്ലായിരുന്നില്ലേ, ദൈവത്തിൽ നിന്ന് മാറിപ്പോയ അനുഭവം ഉണ്ടായിരുന്നില്ലേ, പാപം ചെയ്തില്ലേ, വീണുപോയില്ലേ, ദൈവം അവനെ അടിക്കുമെന്നൊക്കെ ഇടയായി തീർന്നില്ലേ? എന്നിട്ടും ദാവീദിനെ ഹൃദയത്തിന് ബോധിച്ച മനുഷ്യൻ എന്ന് പറയുവാൻ ദൈവം കണ്ടതെന്താണ്? ദൈവം ആശ്രയിച്ചിരുന്ന, ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന ദാവീദ് അവൻ മടങ്ങി വരുമെന്നൊക്കെ മനസ്സ് കാണിച്ചു. ഹല്ലേലൂയ. അവൻ മടങ്ങി വന്നതുകൊണ്ട് ഹൃദയത്തിന് ബോധിച്ച മനുഷ്യൻ എന്ന് പറയുവാനൊക്കെ ഇടയായി തീർന്നു. ഇന്ന് രാത്രികാലം ഒരുപക്ഷേ എന്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടേക്കാം, പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നേക്കാം, ദൈവത്തെ വിട്ടുപോയിരുന്നിരിക്കാം, ദൈവത്തെ വിട്ട് മാറിപ്പോയ അനുഭവം ഉണ്ടായിരുന്നിരിക്കാം, ദൈവം എന്നെ ഞാനും തമ്മിൽ ഒത്തിരി ദൂരം ഉണ്ടായ അനുഭവങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, ദാവീദേ 51-ാം സങ്കീർത്തനത്തിൽ നീ വിളിച്ചു പറഞ്ഞൊരു പദമുണ്ടല്ലോ, 51-ാം സങ്കീർത്തനത്തിൽ നീ വിളിച്ചു പറഞ്ഞൊരു പദമില്ലേ? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, പരിശുദ്ധാത്മാവിനെ നീ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. യെസ്, പരിശുദ്ധാത്മാവ് വിട്ടുമാറിപ്പോയി, അത് മുഖാന്തരം പാപത്തിനായി എന്ന് ദാവീദിന് ബോധ്യം വന്നപ്പോൾ ദാവീദ് ചെയ്ത കാര്യം ഓർക്കുന്നുണ്ടോ? ദാവീദ് ദൈവത്തിന്റെ സന്നിധിയിൽ നിലപാട് വിടുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ഇന്ന് രാത്രി നമ്മളാരും കുറവുകളില്ലാത്തവരല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം ഉണ്ടാകാതിരുന്നവരല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉളവാകാതിരുന്നവരല്ല, നമ്മളാരും വലിയ പുള്ളികളല്ല. പക്ഷേ തമ്പുരാൻ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മുടെ പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണെന്ന്, ദൈവത്തിന്റെ കരുണയാണെന്ന്, ദൈവത്തിന്റെ സ്നേഹമാണെന്ന്, ദൈവത്തിൻ്റെതായ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാത്തവരല്ല നമ്മൾ. പക്ഷേ പലപ്പോഴും ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന അനുഭവം. ഇന്ന് രാത്രി തിരിഞ്ഞുവാ, ഇന്ന് രാത്രി മടങ്ങി വരാൻ കോട്ടയാക്കുന്ന ഒരു അനുഭവം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം, ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു അനുഭവം, ദൈവത്തോട് ആമേൻ ഏറ്റുപറയുന്ന ഒരു അനുഭവം. പുറപ്പാട് പുസ്തകം അതിന്റെ 21-ാമത്തെ അധ്യായം, അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 21-ന്റെ 22 മുതൽ, അത് പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം 21-ന്റെ 21, 22, 23 വാക്യങ്ങൾ വായിച്ചാൽ, ഈ സോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണത്തിന്മേലുള്ള രക്തത്തിൽ നോക്കി, കിണത്തിലുള്ള രക്തം മുഴുവനുമേലും കട്ടളക്കാർ രണ്ടിന്മേലും തേക്കണം. പിറ്റന്നാൾ വിളക്കുവരെ നിങ്ങളിൽ ആരും വീട്ടിന്റെ വാതിലിന്റെ പുറത്തിറങ്ങരുത്. മനസ്സിലാകുന്നുണ്ടോ? സംഹാരകൻ നിന്റെ വീടിന് ചുറ്റും വട്ടമിട്ട് വരക്കുമ്പോൾ, യെസ്, ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങി. ഹല്ലേലൂയ. സംഹാരകൻ നിന്റെ വീട്ടിന് വട്ടമിട്ട് വരക്കുമ്പോൾ, നിന്റെ തലമുറകൾക്ക് നേരെ സംഹാരകൻ ഇട്ടുവെക്കുമ്പോൾ, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ നന്മയ്ക്ക് നേരെ, നിന്റെ സകല സമ്പത്തിന് നേരെ പിശാച് വട്ടമിട്ട് വരക്കുമ്പോൾ, ദൈവമേ വീട്ടിന് വെളിയിൽ ഇറങ്ങാതെ അവൻ മുദ്രയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കാനാ ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. ഹല്ലേലൂയ. മനസ്സിലായ? വീട്ടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നല്ല, ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിനുള്ളിൽ നിന്ന് പുറത്ത് കിടക്കരുത്. ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിനുള്ളിൽ നിന്ന് പുറത്ത് കിടന്നാൽ മിസ്രയീമിനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്ന സംഹാരകൻ അവൻ നിന്റെ കുടുംബത്തെ തൊടുവാൻ തക്കവണ്ണം ഇടയുണ്ട്. എവിടെയൊക്കെ കട്ടളക്കാരന്മേൽ, കുറുമ്പടിമേൽ രക്തത്തിന്റെ അടയാളമില്ലയോ, അവിടെയൊക്കെ കടിഞ്ഞൂലിനെ സംഹരിക്കുന്ന നിലവിളിയുടെ
വാതിൽ ഒളിഞ്ഞ് കടന്നു പോകും. നിങ്ങളുടെ വീടുകളെ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരം വരുവാൻ സമ്മതിക്കുകയും ഇല്ല. ഈ കാര്യം നീയും പുത്രന്മാരും ഒരു നിത്യ നിയമമായി ആചരിക്കണം. ഇന്ന് രാത്രി രക്ഷയിലൂടെ, മാനസാന്തരത്തിലൂടെ, അഭിഷേകത്തിലൂടെ, സ്നാനത്തിലൂടെ